3-4 ദിവസം വീട്ടിലിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴാണ് ഒരു യാത്ര പോയാലോ എന്ന് ആലോചിച്ചത്. പക്ഷേ എവിടേക്ക് എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. ബാങ്ക് ബാലൻസ് നോക്കിയപ്പോൾ വലിയ കനത്തിലായിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒരു യാത്ര പോയേ പറ്റൂ. പിന്നെ ഒന്നും നോക്കിയില്ല, പാതിരാത്രി തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും മൈസൂർക്ക് അങ്ങ് ബസ് കയറി. രാത്രിയിലെ നല്ലൊരു ഉറക്കത്തിന് ശേഷം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ രാവിലെ തന്നെ ആയിട്ടുണ്ട്. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലൂടെ ബസ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ വന്യമൃഗങ്ങളെയൊക്കെ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഒരു മയിലിനെ മാത്രം കാണാനേ എനിക്ക് സാധിച്ചുള്ളൂ കേട്ടോ. എങ്കിലും കാട്ടിലൂടെയുള്ളൊരു യാത്ര അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. രാവിലെ ഏകദേശം ഒരു 8:30-9 മണിയോട് കൂടി ഞാൻ മൈസൂർ ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡിനോട് അടുത്ത് തന്നെ ഒരു ലോഡ്ജ് കണ്ടപ്പോൾ അവിടെ ചെന്ന് ചേട്ടാ എനിക്കൊരു റൂം വേണം, ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി മാത്രമാണെന്ന് നമ്മുടെ ആവശ്യം അങ്ങ് പറഞ്ഞു. അപ്പോൾ 200 രൂപയ്ക്ക് പുള്ളിക്കാരൻ അതങ്ങ് സമ്മതിച്ചു. അങ്ങനെ റൂമിൽ ഫ്രഷ് ആയതിനു ശേഷം ഞാൻ വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. ഇനിയാണ് ഇവിടുന്ന് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്നത്. എവിടേക്കാണെന്നല്ലേ? സുട്ടൂർ മഠ് അഥവാ സുട്ടൂർ മഠം. മൈസൂർ നഞ്ചകുണ്ട് താലൂക്കിലെ കപില നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമമാണ് സുട്ടൂർ. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രമാണ് സുട്ടൂർ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഇത്. ചോള രാജഭരണത്തിന്റെ കാലത്താണ് ശ്രീ ശിവരാത്രീശ്വര സ്വാമിജി സുത്തൂർ മഠം സ്ഥാപിച്ചത്. 2 വംശങ്ങളുടെ രാജാക്കന്മാർ തമ്മിലുള്ള ശത്രുത അവസാനിപ്പിച്ച് അവരെ മിത്രങ്ങളാക്കുന്നതിൽ ശിവരാത്രീശ്വര സ്വാമിജി വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേ തുടർന്ന് രാജരാജ ചോള രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം സുത്തൂരിൽ കപില നദിയുടെ തീരത്ത് മഠം സ്ഥാപിക്കാൻ സ്വാമിജി സമ്മതം മൂളി എന്നാണ് പറയപ്പെടുന്നത്. കൗതുകമേറിയ ഒരുപാട് പുരാവസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഈ മഠത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനും സാധിക്കും. മാത്രമല്ല അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ രഥം. ഈ മഠത്തിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ചെറിയൊരു ക്ഷേത്രവും കാണാനായിട്ട് സാധിക്കും. അവിടെ പൂജാകർമ്മങ്ങളും നടക്കാറുണ്ട്. സുട്ടൂർ മഠത്തിലെ ഒരു മഠാധിപതിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഈ മഠത്തിനകത്ത് ഒരു ക്ഷേത്രം സ്ഥാപിച്ചത്. മാത്രമല്ല ഇവിടെ നടക്കുന്ന പൂജാകർമ്മങ്ങൾക്ക് ഒരുപാട് ഭക്തജനങ്ങളും പങ്കെടുക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിനകത്തുള്ള പൂജയുടെയും വഴിപാടിൻ്റെയും കാര്യങ്ങളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ഭാഷ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായുമില്ല, ഞാൻ നിങ്ങളോട് വിവരിക്കുന്നുമില്ല. സുട്ടൂർ മഠത്തിൻ്റെ കൂടുതൽ വികസനത്തിന് നേതൃത്വം വഹിച്ചിട്ടുള്ള മഠാധിപതികളുടെ ശില്പങ്ങളും മറ്റും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. AD 11-ാം നൂറ്റാണ്ടിലാണ് ഈ മഠം സ്ഥാപിച്ചത്. വിദ്യാഭ്യാസത്തിന് ഉന്നത പ്രാധാന്യം കൊടുക്കുന്നതിൽ സുട്ടൂർ മഠം വളരെയധികം മുൻപിലാണ്. 1954 JSS മഹാവിദ്യാപീഠം സ്ഥാപിച്ചത്. ഇപ്പോൾ ഇന്ത്യയിലും വിദേശത്തുമായി 300-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ JSS നടത്തുന്നുണ്ട്. നമസ്കാരം. ജോബിയുടെ യാത്രകൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ മൈസൂർ എത്തിയിരിക്കുകയാണ്. മൈസൂരിൽ നിന്ന് 20 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയ സുട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. സുട്ടൂർ മഠത്തിലാണ് ഞാനിപ്പോൾ. മലയാളിക്ക് എന്താണ് മൈസൂരിൽ കാര്യം? ആ കാര്യം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം റോബോട്ടിക് ആനകളുടെ ഒരു വിസ്മയം കൊണ്ട് തന്നെ പ്രശസ്തരായിട്ടുള്ളൊരു 4 പേരുണ്ട് നമ്മുടെ ചാലക്കുടിയിൽ. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അവരെ ഇവിടെ വെച്ച് കണ്ടത്. അപ്പോൾ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു വലിയൊരു സംഭവം കാണിച്ചു തന്നു. അതൊന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. എന്താണ് മലയാളിക്ക് മൈസൂരിലുള്ളൊരു കാര്യം?
നമ്മുടെ 18ാമത്തെ ആനയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. ഇത് മൈസൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ട് സുട്ടൂർ മഠ് അതാണ് ഈ ലൊക്കാലിറ്റി. അതിലേക്ക് നമ്മുടെ ആനയോടത്തിന് അവർ നല്ല രീതിയിൽ ഇതിനെ അലങ്കരിച്ചിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ മുകളിലാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഇവിടുത്തെ സാമഗ്രീനെ അവർ കൊണ്ട് സെറ്റ് ചെയ്തേക്കാണ്. നമുക്ക് അമ്പലത്തിൽ ചുറ്റും നമുക്കിത് ഉന്തിക്കൊണ്ട് പോകാൻ പറ്റും. ഇന്നലെ അതിഗംഭീരമായ ഒരു ഉദ്ഘാടനത്തിന് ഉണ്ടാക്കിയ ആനയാണിത്. ഇത് ഇവിടെ നടയിരുത്താനായിട്ടുള്ള ചടങ്ങിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് വലിയൊരു ആഘോഷമായിട്ട് ഇവർ നടയിരുത്തൽ ചടങ്ങ് ഇവിടെ ഭംഗിയാക്കാനുള്ള എല്ലാ ശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഇതിൽ നമ്മൾ മറ്റുള്ള ആനകൾ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു പീഠം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇവർ പറഞ്ഞതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. ഇനി മറ്റുള്ള കസ്റ്റമർ അമ്പലത്തിലായാലും അവർക്ക് മുകളിൽ എങ്ങനെ മോഡൽ ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും.